ഇന്ത്യയിൽ 181 ദിവസം, കുഴപ്പമില്ല. 182. നിങ്ങളുടെ മുഴുവൻ ആഗോള വരുമാനത്തിനും ഗൾഫ് ശമ്പളം ഉൾപ്പെടെ ഇന്ത്യ നികുതി ചുമത്തിയേക്കാം. ദിവസക്കണക്കിന്റെ നിയമം മനസ്സിലാക്കാം. അടിസ്ഥാന നിയമം: സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ 182 ദിവസത്തിൽ താഴെ നിൽക്കുക ദേയ പദവി നിലനിൽക്കും. അതു കടന്നാൽ നിങ്ങൾ നികുതി റെസിഡന്റ് ആയേക്കാം. അധികമാരും അറിയാത്ത കെണി: ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം 15 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ കർശനമായ 120 ദിവസ നിയമം നിങ്ങൾക്ക് ബാധകമായേക്കാം. എങ്ങനെ കണക്കാക്കാം? സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ മാർച്ച് വരെ. വരുന്ന ദിവസവും പോകുന്ന ദിവസവും സാധാരണ കണക്കിൽപ്പെടും. പാസ്പോർട്ട് സീലുകളാണ് തെളിവ്. ഓരോ യാത്രയും രേഖപ്പെടുത്തുക. എന്തുകൊണ്ട് പ്രധാനം? റെസിഡന്റ് ആയാൽ നിങ്ങളുടെ ഗൾഫ് ശമ്പളം, വിദേശ പലിശ എല്ലാം ആ വർഷം ഇന്ത്യയുടെ നികുതി വലയിൽ വന്നേക്കാം. ബുദ്ധിപരമായ നീക്കം: നീണ്ട ഇന്ത്യൻ യാത്ര ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ദിവസങ്ങൾ എണ്ണുക. ഒരു സുരക്ഷാ മാർജിൻ വെക്കുക. അതിർത്തിക്ക് അടുത്താണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനോട് സംസാരിക്കുക. ആൻഡ് റൂബി ഫോളോ ചെയ്യൂ. ഗൾഫിനും ഇന്ത്യക്കും ഇടയിലെ പണക്കാര്യങ്ങൾ ലളിതമായി. അടുത്തത്, ഫ്രീ സോൺ അതോ മെയിൻലാൻഡോ? ഓരോ ദുബായ് സംരംഭകന്റെയും 5 ചോദ്യങ്ങൾ.